തൃശൂർ വേദിയായ കേരള കഥക് കലോത്സവത്തിന് ആവേശോജ്വലമായ സമാപനം. എങ്ങനെയാണ് ആ സമാപനം എന്ന് നോക്കാം. ഉത്തരേന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപമായ കഥകിനെ ഏറെ ആസ്വാദന മികവോടെയാണ് കാണികൾ ഏറ്റെടുത്തത്. ഭാവസുന്ദര ചുവടുകളും കഥാമുദ്രകളുമായി കഥകിനെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയയായ ആദ്യ മലയാളി നർത്തകി ശരണ്യ സഹസ്രയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കേരളത്തിൽ ഏറെക്കുറെ അപരിചിതമായ കഥകിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും രാജ്യമെങ്ങും പ്രചരിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. 25-ലേറെ ദേശീയ കഥക് കലാകാരന്മാർ നൃത്തോത്സവത്തിൽ പങ്കാളികളായി. പണ്ഡിറ്റ് ബിർജു മഹാരാജയുടെ പ്രഥമ ശിഷ്യരിലൊരാളായ വിദുഷി ശാശ്വതി സെന്നിന്റെ നേതൃത്വത്തിൽ കഥക് യാത്ര അവതരിപ്പിച്ചു. അവസാന ദിനത്തിൽ കഥക് കലോത്സവത്തിന്റെ ക്രിയേറ്റീവ് പാർട്ണറായ സുനിൽ സുൻകാരയുടെ നേതൃത്വത്തിൽ നടത്തിയ ശില്പശാലയിൽ 35ഓളം കലാകാരികൾ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈൻ വഴിയായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. പത്മശ്രീ ഡോക്ടർ പുരു ദദീജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ഡോക്ടർ വിഭ ദദീജ്, വിദുഷി ശാശ്വതി സെൻ, ഹർഷിത ശർമ്മ, ക്ഷമ മാളവിക, ആയുഷി മിശ്ര തുടങ്ങി ഉത്തരേന്ത്യൻ കലാകാരന്മാർക്കൊപ്പം കൂടിയാട്ടം കലാകാരനും അഭിനയ ഗുരുവുമായ വേണുജി, റിട്ടയർഡ് ആകാശവാണി കലാകാരി തങ്കമണി, എഴുത്തുകാരനും നിരൂപകനുമായ ജോർജ് എസ് പോൾ, കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ അശോകൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിജയകരമായി പൂർത്തിയായ ശില്പശാലയോടെയാണ് കേരള കഥക് കലോത്സവത്തിന് തിരശ്ശീല വീണത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.